ഗുഡ് ഈവനിങ് ഓൾ. അപ്പോൾ നമുക്ക് ഇന്ന് CPRൻ്റെ ക്ലാസ്സസ് ആയിരുന്നു കിട്ടിയത്. അപ്പം നമ്മൾ ഇതിന് മുന്നേ നമ്മൾ എന്താണ് CPR എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് എപ്പോഴും ഒരു ഇതായിരുന്നു, എങ്ങനെ ഇത് ചെയ്യാം, അതിൻ്റെ റിസ്ക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ കൂടെ നമുക്കത് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റി. അതേപോലെ നമ്മുടെ മാം നമുക്ക് നന്നായിട്ട് ക്ലാസ് എടുത്ത് തന്നു, എല്ലാ ടോപ്പിക്സിനെ പറ്റിയിട്ടും കവർ ചെയ്ത് തന്നു. എല്ലാം നന്നായിട്ട് മനസ്സിലായി, എല്ലാവർക്കും മനസ്സിലായി വിശ്വസിക്കുന്നു. താങ്ക് യു. ഓക്കെ, ഗുഡ് ഈവനിങ് ഓൾ. അപ്പോൾ ഞങ്ങൾ CPR ഒക്കെ തിയറിയിൽ ഞങ്ങൾ പഠിച്ച ടോപ്പിക്കാണ്. അപ്പോൾ ഞങ്ങൾക്കത് പ്രാക്ടിക്കലിൽ ചെയ്യാൻ പറ്റി. അപ്പോൾ ഞങ്ങൾ വരുത്തിയ മിസ്റ്റേക്സ് ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. അതുപോലെ ECG, കാർഡിയാക് മോണിറ്റർ, അങ്ങനത്തെ കാര്യങ്ങൾ, എല്ലാ ഫിബ്രിലേറ്റർ, അതെല്ലാം ഞങ്ങൾക്ക് CPR ചെയ്യുമ്പോൾ റിബ് പൊട്ടുമെന്നാണ്, അതാണ് എഫക്റ്റീവ് CPR എന്ന്. പക്ഷേ മാം നമുക്ക് പറഞ്ഞു തന്നു അങ്ങനെ പൊട്ടാതെ നമുക്ക് ചെയ്യാം. അതൊരു കാര്യം എനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ഉച്ചവരെ ഭയങ്കര നമ്മൾ പ്രാക്ടിക്കൽ ചെയ്ത് അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അപ്പുറത്തെ ക്ലാസ്സിലും പോയി ഇവിടെ ഇരുന്ന് നമ്മൾ അടിപൊളിയായിട്ട് എല്ലാം ചെയ്ത്, നമ്മൾ വെറുതെ ഇരുന്ന് ക്ലാസ് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബോറായിരിക്കും. പക്ഷെ നമ്മൾ പ്രാക്ടിക്കലൂടെ ചെയ്തിട്ട് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എഫക്റ്റീവാണ്. അപ്പോൾ താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളിങ്ങനെ ഒരാൾക്ക് CPR കൊടുക്കണം, പിന്നെ നമ്മൾ ഒരാൾക്ക് ചോക്കിങ് വരുമ്പോൾ നമ്മളിങ്ങനെ ചെയ്യണം എന്ന് വീഡിയോസിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. അപ്പം നമുക്ക് സൂര്യ മാം ഇന്ന് നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ നമുക്ക് നല്ലോണം മനസ്സിലായി. അപ്പം നമ്മൾ ഒരുപാട് വട്ടം ചെയ്തു നോക്കി. പിന്നെ അപ്പുറത്ത് നമുക്ക് ECGയുടെ കാര്യങ്ങളൊക്കെ, ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ നമ്മൾ ഓരോ മിഷൻസ് കാണത്തേ ഉള്ളൂ. അപ്പം നേഴ്സുമാർ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കി പഠിക്കത്തേ ഉള്ളൂ. ഇപ്പം നമുക്കത് പ്രാക്ടിക്കലായിട്ട് ചെയ്യാനും പറ്റി. നാളെ നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ പോയാൽ കണ്ടാൽ നമുക്ക് ചെയ്യാം എന്നൊരു കോൺഫിഡൻസ് നമുക്ക് കിട്ടി. അപ്പം ഇത്രയും നല്ലതായിട്ട് ക്ലാസ് എടുത്തതിന് സൂര്യ മാമിനൊക്കെ ഒരുപാട് താങ്ക് യു. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ പ്രാക്ടിക്കലായിട്ട് കൂടി ചെയ്തപ്പോൾ ഞാൻ കുറച്ചും കൂടി മനസ്സിലാക്കാൻ പറ്റി. അതും ഇപ്പോൾ ഇത്രയും പിള്ളേരുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കില്ല എല്ലാവരെയും കൊണ്ട് ചെയ്യിപ്പിക്കുന്നൊന്നും വിചാരിച്ചില്ല. അപ്പോൾ എല്ലാവരെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യിപ്പിച്ചു. പിന്നെ മിസ് ചോദ്യം ചോദിച്ചുകൊണ്ട് തന്നെ എല്ലാവർക്കും കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാനും ഓർത്തെടുക്കാനൊക്കെ പറ്റി. അപ്പോൾ താങ്ക് യു മാം.